വാ, കാര്യങ്ങൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയണ്ടേ. അതെ അതെ അതെ. ഉം. ഉം. ചോട്ടു, അല്ലേ ആ പറയാ. നീയല്ലേ പറഞ്ഞത് ബാബുവിന്റെ അനിയനാണെന്ന്? അതെ. ഉദ്ദേശിച്ച ബാബു ഞാനാണോ? അതെ. എന്നെ എവിടെ വെച്ച് കണ്ടിട്ടുണ്ടേ? നമ്മള് പണ്ട് എന്റെ ഡേറ്റ് നമ്മള് പോയിരുന്നതാണ്. എന്റെ ഡേറ്റുകൾ എന്റെ ഡിമണ്ട് കോരി അടക്കം മറന്നോ? ഡിമണ്ട് കോരിയതോ? ഓ പണ്ട്. അല്ലേ എന്റെ അച്ഛന്റെ മോനാണോ? അതെ അതെ, എന്നെ ആണ് എന്റെ ഒരു വിശ്വാസം. ആ വിശ്വാസം, ഡൗട്ട് ഉണ്ട്. ഓക്കെ ഓക്കെ. അച്ഛന്റെ പേരെന്താണ്? ഡോറു. പള്ളി ഞാൻ ചോദിച്ച മറ്റേ ക്വസ്റ്റ്യൻ ചോദിക്കേ. ശരിക്കുള്ള ബാബു ഇപ്പൊ പറഞ്ഞത്. ഞങ്ങൾക്കൊരു കാര്യം ജസ്റ്റ് കൺഫേം ചെയ്യാനുണ്ട് കേട്ടോ. അയ്യോ വേണ്ട. അതായത് ഈ ജോറ് നമ്പൂതിരിയില്ലേ, അതായത് നിങ്ങളുടെ അച്ഛൻ എന്ന് പറയപ്പെടുന്ന ആൾ, ബാബുന്റെ 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 നിങ്ങടെ അപ്പൊ നിങ്ങടെ അച്ഛന്റെ ഏതോ ഒരു ചന്തയിൽ ഒരു മറുകുണ്ട്. അത് വലത്താണോ ഇടത്താണോ? അച്ഛൻ കുളിക്കുമ്പോ ഞാൻ പോയി നിക്കാറില്ലായിരുന്നു. ഇല്ല, അച്ഛൻ മുണ്ടെടുക്കുമ്പോ വെളിയിൽ കാണാൻ പറ്റുമായിരുന്നു. തൊളവുണ്ടാവും. ചണ്ടിക്ക് മേലോട്ട് സ്ഥലമുണ്ടല്ലോ, ചന്ത അവിടെ വെച്ച് തീരുന്നില്ലല്ലോ. ചണ്ടിയിലുണ്ടെന്നല്ലേ പറഞ്ഞേ? അതെ, സ്പ്രെഡ് ഔട്ട് കേൾക്കുവാണ്. അച്ഛനെ കണ്ടിട്ടുണ്ടോ? അച്ഛന്റെ ചന്തി പൊക്കി നോക്കോ, മുണ്ട് പൊക്കി നോക്കോ, എവിടെയാണ് എന്റെ പൊന്നുമോനെ? ഞാനാണ് നിന്റെ അച്ഛൻ വിചാരിക്ക. ഞാൻ നിക്കറിട്ടു, ഈ ചട്ട് ഊരി എന്റെ ചണ്ടീന്ന് ഒരു പാട് മേലോട്ട് ഇങ്ങനെ കിടക്കുവാ, വര പോലെ. അത് പാടല്ലല്ലോ, അത് എല്ലാവർക്കും ഉള്ളല്ലേ വര പോലെ. അത് നടുക്ക് ഞാൻ പറയുന്ന സൈഡിലെ കാര്യം. അച്ഛനെ കണ്ടിട്ടില്ല? അച്ഛനെ കണ്ടിട്ടില്ലാന്നോ? അച്ഛനെ കണ്ടിട്ടില്ല. കണ്ടിട്ടില്ല. പുള്ളി വീട്ടിൽ വന്നിട്ട് 1-2 ദിവസം നിൽക്കും. അത് കഴിഞ്ഞാൽ നാട്ടിൽ വേറെ പണി ഉണ്ടെങ്കിൽ പുള്ളി പോകും. പിന്നെ പുള്ളി വെള്ളിലെ പോയി വീട്ടിൽ വരാറുള്ളൂ. ഞാൻ പറഞ്ഞ സീനാണ്. പുള്ളി ഫുൾ ടൈം എന്റെ വീട്ടിലുണ്ടായിരുന്നു. പണി ഉണ്ടെന്നും പറഞ്ഞ ആഴ്ചയിൽ 1-2 ദിവസം മാത്രം വേറൊരു സ്ഥലത്ത് പോകും. മനസ്സിലായില്ലേ? ആ 2 ദിവസമാണ് തോന്നി ഇവന്റെ വീട്ടിൽ പോകുന്നത്. ഇവന്റെ വീട്ടിൽ പോയിട്ട് പറയും എനിക്ക് ആഴ്ചയിൽ 4 ദിവസം പണിയുണ്ട് എന്ന് പറഞ്ഞ് എന്റെ വീട്ടിൽ വരും. എന്നാലും മിച്ചം ഒരു ദിവസം ഉണ്ടല്ലോ, അന്നെവിടെ പോകും? എന്തേ പഠിപ്പിക്കുന്നയോ എന്റെ പേര് മള്ളി? എന്നാലും കൺഫേം ചെയ്യാനുണ്ട് മള്ളി. എല്ലാം ഒരുപോലെ കിട്ടണില്ലല്ലോ. എന്നെ പോലെ നിക്കറിട്ടോ. കുറച്ച് ദിവസം എടുക്കും മള്ളി എനിക്ക് കൺഫേം ചെയ്യാൻ, അക്സെപ്റ്റ് ചെയ്യാൻ റിയാലിറ്റി. പക്ഷേ ഞങ്ങള് വെളിയിൽ കാണുന്നവർക്ക് നിങ്ങൾ രണ്ടും അനിയന്മാര് തന്നെ, അതിനപ്പുറത്ത് വേറെ വ്യത്യാസമില്ല ബ്രോ. ഇനി സംസാരിക്കുമ്പോഴേ ചോട്ടു ആയ ഞാൻ സംസാരിക്കുന്നു എന്ന് പറഞ്ഞ് സംസാരിക്കണം, അല്ലെങ്കിൽ എനിക്കതൊരു തടസ്സമാവും. മുള്ളി ഇല്ലെങ്കിൽ നീ പറയുന്നല്ല ബാബു പറഞ്ഞെന്ന് വിചാരിക്കും. പിന്നെ വേറെ കേസ്, ഞാൻ ഇല്ലാത്തൊരു സമയത്ത് മുള്ളിക്ക് മിസ്സിംഗ് വരാത്തതിന്റെ കാരണം ഇതാണെന്ന് എനിക്ക് മനസ്സിലായി കേട്ടോ. അയ്യോ അല്ലല്ല, ഞാൻ ചോട്ടനടുത്ത് അധികം അങ്ങനെ സംസാരിക്കാറില്ല. അതാണ് നല്ലത്. ചിലപ്പോ ചോട്ട് പോയത് അല്ല, ഞാനപ്പോ പറയണെന്ന് പറഞ്ഞാൽ നിങ്ങൾ അല്ല, ചോട്ടു എങ്ങനെയാ കണ്ടുപിടിച്ചത് ശരിക്കും പറഞ്ഞ ബാബുവിനെ? ഇങ്ങനെ ഒരു മോനുണ്ടെന്ന് ബാബു എങ്ങനെ കണ്ടുപിടിച്ച്? ഞാൻ പറഞ്ഞില്ലേ ഇതിനു മുമ്പ്, അതായത് പുള്ളി, അതായത് എന്റെ അമ്മ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഒരു അച്ഛനുണ്ടെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. ബട്ട് പുള്ളിയുടെ ഡെത്ത് സർട്ടിഫിക്കറ്റിൽ ഞാൻ ജനിക്കുന്ന 2 വർഷം മുമ്പ് അതെന്തേ പറയാൻ പറ്റില്ലേ? ഇല്ല, ഞാൻ പഠിച്ചിട്ടില്ല. ഞാൻ ഇവിടെ വന്ന് മുരളീധരൻ ഭായിനാണ് ഇതൊക്കെ ആദ്യമായിട്ട് കേൾക്കുന്നത്. ഡെത്ത് സർട്ടിഫിക്കറ്റ്, കറന്റ് പണി, ഇതെല്ലാം ഞാൻ ഇവിടെ വന്നിട്ടാണ് പഠിക്കുന്നത്. ഞാനിതൊക്കെ കൂടി ഞാനിപ്പോ വിദ്യാഭ്യാസമുള്ളവരെ കൂടിയിട്ട് ഞാനിപ്പോ നിൽക്കണേ. ഓ മള്ളി ഇവൻ സേഫാണ്, നമ്മുടെ പിള്ളയല്ല. ഈ പറഞ്ഞ ഞാൻ ഇവിടെ വന്നിട്ട് എനിക്കിതൊന്നും കിട്ടിയില്ല, അതുകൊണ്ട് പറഞ്ഞല്ലോ. അപ്പോ അങ്ങനെ അതിനകത്ത് 2 വർഷം മുമ്പ് എന്റെ അച്ഛൻ പറഞ്ഞിരിക്കണേ. 2 വർഷം മുന്നേ അച്ഛൻ? അതെ, ഹൗ ഇറ്റ്സ് പോസിബിൾ? അത് എന്റെ പേര് പറഞ്ഞെന്ന് പറഞ്ഞാൽ രാജാബാനാണ് പേര് പറഞ്ഞത്. ആ അച്ഛന്റെ പേരോ? ആ
പക്ഷേ അത് പോസിബിൾ അല്ല. അപ്പോഴാണ് പിന്നെ കുറെ നാൾക്ക് ശേഷം അന്വേഷിച്ച് അറിഞ്ഞപ്പോഴാണ് മനസ്സിലായത് പുള്ളിക്ക് വേറെയും ഭാര്യയും മോനും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നുള്ളത്. ഈ വേറെ ഭാര്യ മോനെന്ന് ഇനിയും കൊണ്ടുകൊണ്ടുള്ള ബാബുവല്ലേ? ആ അതെ, നീ അതിനുശേഷമല്ലേ ഹെൽമെറ്റ് ഒന്നും ഞാൻ ബാബു അങ്ങോട്ട് ഹെൽമെറ്റ് പരിചയപ്പെട്ടെ. ഒരു വ്യത്യാസം ഐ ആം പ്രൗഡ് ഓഫ് മൈ ഡാഡ്. ഹെൽമെറ്റ് അല്ല സെയിമാണ്. ഹെയർ സ്റ്റൈല് വരെ ഇത്രയും തല കയറിയിട്ടുണ്ടായിരുന്നല്ലേ? നീ ഇത് തന്നെ നിന്നെ കണ്ണാടി കാണണമെങ്കിൽ നീ ഇതാ ഇങ്ങോട്ട് നോക്ക്. മള്ളി ഇവിടെ ലുക്ക് വൈസ് ഒന്നും പറയാൻ പറ്റില്ല മള്ളി. താടി മാത്രം പോലെ വ്യത്യാസം. 7 പേരാണ് ആ ക്യാമറ ഉണ്ടായിരുന്നത് മറ്റേ ഗ്യാങ്ങിന്റെ വന്നത്. വേണ്ട കൂർമ്മ. ബാൻഡൂരാനോ? അല്ലല്ല, എല്ലാം ഒരേപോലെയാണ് കണ്ണാടി. സത്യമല്ലേ? നീ എന്നെ അറിയുന്ന ഒരു 10 പേര് എന്നെ പോലെ ഇരിക്കണത് വന്ന്. നേരത്തെ ബാബുല്ലേ പറഞ്ഞത് എല്ലാം നോക്കണോന്ന്. അച്ഛൻ്റെ മുണ്ടെടുക്കുമ്പോഴും ഞാൻ പറഞ്ഞത് വെട്ടിന്റെ കാര്യമാണ്, നീളത്തിന്റെ കാര്യമൊന്നും അച്ഛനെ പോലെ എനിക്ക് കിട്ടിണ്ടാവൂല. എനിക്കറിയില്ല. ഇല്ല, എനിക്കറിയില്ല അതിനെപ്പറ്റി. അത് നിനക്കല്ലേ അറിയോ? നീയല്ലേ പറഞ്ഞ നീളം നോക്കണോന്ന്. പാൻഡൂരിയല്ലേ? ഞാൻ നിങ്ങളുടെ കൗണ്ടർ നിങ്ങളുടെ തഗ് ശബ്ദം എല്ലാം വെച്ച് നോക്കുമ്പോ ഇത് ഒരൊറ്റ DNA എന്നാണ് ഇതെല്ലാം ഉണ്ടായേക്കുന്നേ. പുള്ളി അപ്പൊ ഞാൻ വരാത്ത ദിവസം പുള്ളി ലീവ് എടുത്ത് കയറിക്കോട്ടല്ലേ? അല്ല അങ്ങനെയല്ല, ഇത് ഞാൻ ഉണ്ടാക്കിയ കഷ്ടപ്പാടാണ്. ഇവൻ കഷ്ടപ്പെട്ട് ഇവൻ എന്റെ നേരിടാം. നമ്മളെ കഷ്ടപ്പാടിന്റെ വില അറിയണമല്ലോ. അതെ, അച്ഛന്റെ ബർത്ത്ഡേ എല്ലായിടത്തും കേറിയാലോ അങ്ങനെ. അത് ശരിയാ. പക്ഷെ നമ്മള് ഡിസ്കസ് ചെയ്യേണ്ട ഇതിനെ പറ്റിയൊന്നും അല്ല. ഇത്രയും നാളെ നിങ്ങളെ രണ്ടുപേരും പറഞ്ഞ് പറ്റിച്ച് നിന്റെ അച്ഛനെ പറ്റിയാണ് സംസാരിക്കേണ്ടത്. നോ, പ്രൗഡ് ഓഫ് മൈ ഡാഡ്. അതെന്താ? പുള്ളിക്ക് എത്ര ഭാര്യയുണ്ട് എത്ര മക്കളുണ്ട് എനിക്ക് പോലും ഒരു ഐഡിയ ഇല്ല. സത്യം പറയാം, എനിക്കത് കൊടിയാവുന്നു മള്ളി. ഇത് എവിടെ നിന്ന് പഠിച്ചെന്ന് ചോദിച്ചാൽ അച്ഛൻ കണ്ട് പഠിച്ചെന്ന് പറയാലോ. അങ്ങനെ ഒരു ഗതികേട് എന്താ നിനക്ക് വരത്തില്ല? നിനക്ക് പെണ്ണില്ലല്ലോ. മള്ളി ആയ കാലത്ത് ഉണ്ടായിരുന്ന എല്ലാത്തിനും മുള്ളിലേക്ക് വേണ്ടിയിട്ടാണ് പഠിപ്പിച്ച് വിട്ടത് കേട്ടോ. ഓ, ആയ കാലത്ത് എന്റെ ഉണ്ടായിരുന്നല്ല ഉമ്മിച്ചത് ദൈവല്ലേ. അപ്പൊ പിന്നെ അവരാണ് എന്റെ ഗേൾഫ്രണ്ട് ഇപ്പൊ പറഞ്ഞത്. അതൊക്കെ ടാലിയായി പൊക്കോളും. ഓക്കെ, എന്തായാലും കഴിഞ്ഞത് കഴിഞ്ഞു. പോയവര് പോയി. മരിച്ചവരെ പറ്റി ഒന്നും പറയില്ല ഞാൻ. മരിച്ചു പോയല്ലേ ചോറു? പിന്നെ മരിച്ചിട്ട് കുറെ കാലല്ലോ. എത്ര നാളായി? മള്ളി ഇപ്പൊ ഞാൻ മുള്ളിന്റെ അടുത്ത് വരുന്നതിനും ഒരു 3 years ബാക്ക് ആയിരിക്കും മരിച്ചെന്ന് തോന്നുന്നു. അയ്യോ, മള്ളി ഓർമ്മയില്ല, മരിച്ച കഥ മള്ളിക്ക് ഓർമ്മയില്ല. നിനക്ക് ഇപ്പൊ എത്ര വയസ്സുണ്ട്? എനിക്കോ? നിനക്കോ? 27. 27. നിങ്ങൾ തമ്മിൽ 2 വർഷത്തിന്റെ ഗ്യാപ്പ്. അന്ന് ഒരു മാസം പ്രമോഷൻ കിട്ടിപ്പോയായിരുന്നു പുള്ളി. ഹലോ വാസുണ്ണ, ആ ഞാനാ റാംബോ. റാംബോ പറ. എവിടെ ഉണ്ട്? റാംബോ, നമ്മള് ഒരു ചെറിയൊരു കാര്യം ഡീൽ ചെയ്തോണ്ടിരിക്കുന്നത്. എവിടെ ഉണ്ട് റാംബോ? എവിടെ ഉണ്ട്? ഞാൻ എന്താ ഷേക്കിന്റെ കൂടെ ഉണ്ട്, മുതുക്കില്. ഓ, ഞാൻ ഇത് കഴിഞ്ഞ ഈ നമ്പർ വിളിക്കട്ടെ? ഒരു 10 മിനിറ്റ്. ഓ ശരി വാസുണ്ണ, ശരി ശരി. ഓക്കെ. നീയെങ്കിലും ജീവിച്ചു, ഞാനോ ഇവിടെ ഇല്ല. മരിക്കാണോ? ഇല്ല, മരിക്കുന്നില്ല. കൊണ്ടുപോണെങ്കിൽ ഒരാൾ അല്ല, പക്ഷെ ഞാൻ വേറൊരു കാര്യം പറയട്ടെ ചോട്ടു നിന്റെ അടുത്ത്. ബാബു പല അനിയന്മാരെന്ന് പറഞ്ഞ് വന്നിട്ടുള്ള പല ആൾക്കാരെ കണ്ടിട്ടുണ്ട്. പക്ഷെ ആദ്യമായിട്ട് ഒരാളോട് ഇത്രയും കാം ആൻഡ് പീസ്ഫുൾ ആയിട്ട് സംസാരിക്കുന്നത്. സത്യം. അത് വെച്ച് നോക്കുമ്പോ തന്നെ ഏകദേശം ഈ DNA കൺഫേംഡ് ആണ്. ഇതിനു മുന്നേ ഒരുത്തമാര് വന്നപ്പോഴേ ഞാൻ സിറ്റിയിൽ സ്ഥിരമായിട്ടുണ്ട്. എനിക്ക് വെച്ച് അനുഭവിക്കണ്ട. ഇത് ഞാൻ ഇല്ല, മുലലി വെച്ച് അനുഭവിച്ചു. അതുകൊണ്ടാണ് ഞാൻ ഇവ അങ്ങനെ ശല്യമുള്ള ഒരുത്തല്ല, മനസ്സിലായോ? പിന്നെ കുഴപ്പമില്ല മള്ളി. ഞാനായിട്ട് ഒരുത്തന്റെ എൻജോയ് ചെയ്തിട്ടേ മള്ളി. ഞാനോ സ്ഥിരം വരുന്നില്ലേ? ഇത് മറ്റേ പശു പുല്ല് തിന്നയില്ല, തീറ്റിക്കയില്ല. എന്തിന്? അവൻ തിന്നട്ടെ മള്ളി. അല്ല, നിന്റെ അച്ഛൻ ഒന്നാന്ന് പറയുന്നത് നിനക്ക് വിഷമമില്ലല്ലോ അല്ലേ മള്ളി? അറ്റ്ലീസ്റ്റ് നമുക്ക് രണ്ടു അച്ഛനുണ്ടെന്ന് പറയാലോ മള്ളി. അതല്ലേ ചോദിക്കേ? അയ്യോ, മുലലിയെ പറ്റി പറഞ്ഞല്ല മള്ളി. രണ്ടുപേർക്ക് സന്തോഷമായില്ലേ? രണ്ടുപേർക്ക് അച്ഛനെ കിട്ടിയില്ലേ? അല്ല, എനിക്ക് നേരത്തെ പണ്ടേ ഉണ്ട് മള്ളി. കൺഫേം ചെയ്ത് കൊടുത്താണ് ഇപ്പൊ. അവനും ഉണ്ട്. അപ്പൊ എന്തായാലും പരിചയപ്പെട്ടതിൽ സന്തോഷം. നിങ്ങൾ രണ്ടും ഞാൻ കാരണം 2 ചേട്ടനിയന്മാരെ ഒന്നിച്ചല്ലോ. സത്യം. വലിയ കാര്യം. പറയുന്നുണ്ടോന്ന് വിചാരിക്കരുത്. കൂടെ പറയാറുണ്ട്. 2 ദിവസം നിന്റെ വീട്ടില്, 4 ദിവസം എന്റെ വീട്ടില്, മിച്ചം ഡേ 1. തന്നെയാണോ? അത് പറയാൻ പറ്റില്ല. അച്ഛന്റെ കഴിവ് ചിലപ്പോ അനിയത്തിയോ ചിലപ്പോ ഇരട്ടിയൊക്കെ ആയിരിക്കും. നീ അഡ്ജസ്റ്റ് ചെയ്യണം എന്തായാലും.
നീ ഇന്ന് പോവണം ഇത് പറഞ്ഞിട്ട്. നാളെ ഇനി ഫീമെയിൽ ക്യാരക്ടറെ കൂടെ ഞാൻ സഹിക്കണമല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ്. അത് ഞാൻ ത്രെഡ് ഇപ്പോഴേ വെച്ചത് മള്ളി. അതെ, ഇപ്പൊ തന്നെ തുടങ്ങി. ഏതെങ്കിലും ഒരു വോയിസ് ചേഞ്ചർ ഇപ്പൊ സെറ്റ് ചെയ്ത് കയറി വരും. അല്ല, അത് ഒറിജിനൽ ആയിരിക്കണം മള്ളി. നിങ്ങളെന്ന് പറയുമ്പോ ഒറിജിനൽ ആയിരിക്കണം. നമുക്ക് തനിത്തങ്കം ആണല്ലേ? പിന്നെ ടിക്കറൊക്കെ ഇട്ടിട്ട് ഒരു കൂടി കാണണല്ലേ? പിന്നെ നിക്കറിട്ടായിരിക്കുമല്ലോ വരുന്നത് എന്തായാലും. എന്തായാലും കുഴപ്പമില്ല. അനി ഇപ്പൊ ഇത്രയും നാൾ ഞാൻ സിറ്റിയിൽ ചെയ്തുകൊണ്ടിരുന്ന ഡ്യൂട്ടി ഞാൻ ഇല്ലാത്ത സമയം നീയും ചെയ്യണം കേട്ടോ. എന്റെ പോലീസ് ഇത്രയുള്ളൂ. മലയാളിക്ക് ഒരു പെണ്ണ്, ചന്ദ്രൻ ഒരു അച്ഛൻ. ഇത് മാത്രം നീ നോക്കിയത് സിറ്റിയില്. ഒന്ന് പറഞ്ഞേ. മുരളിക്കൊരു പിന്നെ ചന്ദ്രനൊരു അച്ഛൻ. അച്ഛൻ അച്ഛനെ കിട്ടും. ഞാൻ കുറച്ച് കഴിയുമ്പോ കുറച്ചുകൂടി സ്ട്രേറ്റ് ആവും. മനസ്സിലായില്ലേ? ഇവരെ കൂടെ ഇവിടെ സംസാരിച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി ഹിന്ദി ലാംഗ് വിട്ട് മലയാള സ്ലാങ് കുറച്ചുകൂടെ വരും. കുറച്ചാൾ ബംഗാളി പോയിട്ടുണ്ടല്ലേ ഇപ്പൊ? ഇല്ല ഇല്ല, ഞാൻ ഇടയ്ക്ക് ലീവിന് പോയിട്ട് വരുമ്പോ എനിക്ക് പ്രശ്നം ഉണ്ട്. പക്ഷെ ഇവരെ കൂടെ വരുമ്പോഴാണ് മലയാളിയിലാവണം. മനസ്സിലായി? ഹിന്ദി സംസാരിക്കരുത് ഇവിടെ പറഞ്ഞ. ഇല്ല അത് ഹിന്ദി സംസാരിക്കാൻ പാടില്ല. ഓക്കെ മള്ളി. മള്ളി ഞാൻ കളിയാക്കുവാന്ന് വിചാരിക്കല്ലേ? ഒരു കാര്യം പറഞ്ഞോട്ടെ. നമ്മളീ വീടൊക്കെ പണിയാൻ നേരെ ബംഗാളികൾ വന്ന് നമുക്ക് മനസ്സിലാവാത്ത ഭാഷയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കും. ഞാൻ അതും കണ്ടിരിക്കുകയാണ് ഇത്ര നേരം. ബാബു ഇനി ഒരാളെ കൂടെ പരിചയപ്പെടുത്തോണ്ട് കേട്ടോ ബാബുവിന്. ആരും മള്ളി ഡ്രസ് മാറിയിട്ട് ഇവിടെ അടുത്തുണ്ട്. ഈ മുതുക്കിലാണ് വരും. നമുക്ക് ഏതെങ്കിലും ഒരു ലൊക്കേഷൻ പറഞ്ഞാൽ അങ്ങോട്ട് വരുമോ? വരാം. എന്നാ ഒരു സെക്കൻഡ്, ഞങ്ങളൊരു ലൊക്കേഷൻ എത്തിയിട്ട് എനിക്ക് ഒരു സെക്കൻഡ് ഇപ്പൊ പറയാവേ. 5019 5019 വരാം. 5019 ഒരു കാര്യം പറയട്ടെ? പറഞ്ഞോടെ. അതെ, ഈ തെറ്റില് അലീന എലി ഇവർക്ക് എന്തെങ്കിലുമൊക്കെ പേഴ്സണലായിട്ട് വൈരാഗ്യമുണ്ടോ? ഇല്ല, അലീനയും എലിയും നാളെ ഒറ്റ കെട്ടാണ്. പക്ഷെ രണ്ടുപേരും കണ്ണേ കണ്ടുകൂടാ. ഇന്നലെ ഞാൻ EMS പൊക്കിനൊരു കയ്യും കണക്കൂല ഓടിച്ചിട്ട് അടിക്കായിരുന്നു. ഇന്നലെ ഇവന്റിന്റെ കോർഡിനേറ്റർ ആയിട്ട് നിന്നേ ഉള്ളൂ. അത് കുഴപ്പമില്ല, എനിക്ക് പറയാൻ എന്നെ കൊണ്ടോളൂ. ഇനി എന്റെ ഡംപിയായിട്ട് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞോ, കുഴപ്പമില്ല. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഡെയിലി എന്റെ തെറ്റിയില്ലേ. പ്രശ്നമാണ്. ഞാൻ പറയുന്ന ദിവസം നീ ലീവ് എടുത്തോ. അപ്പൊ വലുതായിട്ട് ലീവ് എടുക്കേണ്ട കാര്യമില്ല. മാസത്തിൽ ഒരു ദിവസം ലീവ് എടുത്താൽ മതി. അല്ല, ഒരു 3-4 മാസം കൂടെ പോരുള്ളൂ. ഞാൻ റെഗുലർ ആവാൻ പോവാണ് മള്ളി, കുറച്ച് ദിവസം കൂടെ. ഇത് കഴിഞ്ഞ മാസം ഇതേപോലെ വർക്ക്. കഴിഞ്ഞ വർഷം നീ എന്നൊക്കെ വരുന്നതെന്നല്ല നീ ഇതാണ് പറയണത് നമ്മുടെ അടുത്ത്. മനസ്സിലായേ? അമ്മാരത്തോണ്ട് മുള്ളി ഇല്ലെങ്കിൽ ഞാൻ എന്നെ കെട്ടിയെന്നെ. എന്തെങ്കിലും ചേട്ടനെ നേരിട്ട് കാണുമ്പോ നീ ചോദിക്കാൻ വെച്ചിരുന്ന എന്തെങ്കിലും ചോദ്യം ഉണ്ടോ? അച്ഛന്റെ പേര് അത് ഞാൻ പറഞ്ഞു കൊടുത്തല്ലോ. അങ്ങനെ ചോദിച്ചൊന്നുമില്ല. എന്തെങ്കിലും ഒരു ദിവസം നേരിട്ട് കാണുന്നുണ്ടായിരുന്നോ? ആണല്ലേ? അതെ. കണ്ടപ്പോ എന്താ നിന്റെ ഫീലിങ്സ് എന്താ? കണ്ടപ്പോ എന്റെ മനസ്സിൽ കുറെ നാളെയല്ല കണ്ടിട്ട് ഇത്രയും കൂടി ലുക്ക് ടേസ്റ്റ്. മത്തം കുത്തിയതല്ലേ വരുള്ളൂ. ഞാനേ നിനക്കൊരു ഐഡിയ പറഞ്ഞുതരാം. നീ ചില മത്തന്റെ ഒക്കെ രൂപം ആലോചിച്ച് ഫ്രണ്ടിനോട് നോക്കിയിട്ട് നല്ല ആവശ്യം ഉണ്ടായിരുന്ന. എനിക്കൊന്നും മറ്റേ ഹാലോബീനൊക്കെ വെക്കുന്ന പോലെ മറ്റേ കണ്ണ് വെച്ച് ബാഗേറിയ മത്തനായിരിക്കും അതൊക്കെ. നീ അവനും ഒരേപോലെ ഇരിക്കണം. നീ ഇതുവരെ കണ്ണാടി നോക്കിയിട്ടില്ലേ? പിന്നെ നീ ഗ്ലാമർ എന്നൊക്കെ പറയാൻ പറ്റുമോ? അത് ശരിയല്ലേ? നിങ്ങൾ രണ്ടും ഒരേപോലെ ഇരിക്കണം. നിന്റെ മുടി ആ കളറ്, ഇവന്റെ മുടി വേറെ കളറ്. ഉപ്പ് വാങ്ങിച്ചിട്ടല്ലേ ഞാൻ ഒറ്റയ്ക്ക് എങ്ങനെയും ജീവിച്ചു പോകുന്ന വഴിയാ. കുഴപ്പമില്ല, അധികം സംസാരിക്കാതിരുന്നാ മതി. ഞാൻ ഇല്ലാത്ത ഫുൾ സംസാരിച്ചു, ഞാൻ കേൾക്കൂലല്ലോ. ഒന്നും വിടില്ല, അതാണ് തീമ്പ്. ഉണ്ടായിരിക്കണം നല്ലത് വൈര്. ഞാൻ പോരാ. എന്താ
ഡാംബോ അര. ഡാംബോ ഡാംബോ റാംബോ എന്ന് പറഞ്ഞാൽ റാംബോ ഇവിടെ മള്ളി ഞാൻ പറഞ്ഞത് മനസ്സിലാകത്തോണ്ട് ഇവൻ മള്ളിക്ക് പറഞ്ഞിരുന്നു ഒന്ന് പറഞ്ഞു കൊടുത്തേ. പേര് കേട്ടില്ല. ഞാൻ ഡാംബോ എന്ന് പറഞ്ഞത് മള്ളിക്ക് മനസ്സിലായില്ലല്ലോ, അതുകൊണ്ട് ഈ ചോട്ട് മള്ളിക്ക് പറഞ്ഞ രൂപ പുള്ളി ഉദ്ദേശിച്ച ഡാംബോ ആണ്. എടാ ബാബു നീ ഡാംബോ എന്നാ പറയുന്നേ. അയ്യോ മുടി ഇവനും ഡാംബോ എന്നല്ലേ പറയുന്നത്. നീ പിന്നെ ഡാംബോ അല്ല ഡാംബോ. പോയാ? ഡാംബോ നീ ഡാംബോ തന്നെ പറയണ ബാബു. മള്ളി എനിക്ക് തെറ്റില്ല, ഞാനല്ലേ ചേട്ടൻ. എടാ മറ്റേ മാർജി അറിഞ്ഞൂടെ